പത്തനംതിട്ട കൂടൽ പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ്. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അയൽക്കൂട്ടത്തിൽ നിന്നെടുത്ത പൈസയുടെ കാര്യവും. വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഇവരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹകരണമുള്ള പിള്ളേരാണ്. പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വൈഷ്ണവിയുടെ ഫാദർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറുകിട ഫിനാൻസിന്റെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവരെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത്ര അടുത്തിരിക്കുന്ന ഫ്രണ്ട്സുകൾ തമ്മിൽ എന്ത് വിഷയം നമുക്കറിയാം. നമുക്കിത് കേട്ടപ്പോൾ തന്നെ ഞെട്ടൊന്നും ഇതുവരെ മോചിതമായിട്ടില്ല. ഇതിന്റെ കാരണം കൂടുതൽ വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ മരിച്ചവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ഇതുവരെ അറിയില്ല എന്ന് നാട്ടുകാരുടെയും പ്രതികരണം വരുന്നു. ഈ കൊലപാതകത്തിന് കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമൊക്കെ എങ്ങനെയാണ്? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് പ്രധാനമായും ഈ ചില സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അതായത് വൈഷ്ണവിയും ഒപ്പം വിഷ്ണു തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിലുള്ള ഒരു സംശയമാണ് ഭർത്താവ് ബൈജു ഇത്തരത്തിൽ ഈ കൊല നടത്താനുള്ള കാരണമായി പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ നാട്ടുകാർ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകളുടെ ചില തർക്കങ്ങളാണ് വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കുകയും അതിനെ തുടർന്നുള്ള ഭാഗമാണ് ഈ കൊലപാതകമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രിയിലും ഇതുമായി ബന്ധപ്പെട്ട് തർക്കം വീട്ടിലുണ്ടായിരുന്നു. തുടർന്നാണ് വൈഷ്ണവി നേരെ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ചാണ് ഈ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തുകയും ഒപ്പം ഈ വിഷ്ണുവിനെ വെട്ടി പരിക്കേൽക്കുകയും ചെയ്തു. വിഷ്ണുവിനെ പിന്നെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഏതായാലും സാമ്പത്തികമായുള്ള ഇടപാടുകൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാരും സമ്മതിക്കുന്നു. ഒപ്പം വൈഷ്ണവിയുടെ പിതാവും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിലൊരു കൊലപാതകമായി മാറാനാണ് സാധ്യത. ഏതായാലും പോലീസിന്റെ എഫ്ഐആർ സൂചിപ്പിച്ചതുപോലുള്ള ആ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ സംശയം കൂടി ഇതിനകത്തുണ്ടായിരിക്കാം. ഭാര്യയിലുള്ള സംശയം ഭർത്താവിനുണ്ട് എന്നുള്ള കാര്യം കൂടി എഫ്ഐആർ സൂചിപ്പിക്കും. അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഈ സൗഹൃദത്തിലുള്ള സംശയം ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് പോലീസ് എഫ്ഐആർ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരുടെയും മരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. ഈ ചെറിയ സാമ്പത്തിക ഇടപാടിൽ നടന്ന കൊലപാതകത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം വളരെ ഞെട്ടലിലാണുള്ളത്. രണ്ടുപേരുടെയും മൃതദേഹം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഇതുമായി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30 ഇന്നലെ വീട്ടിൽ തർക്കമുണ്ടാവുകയും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ബൈജുവും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളാണ്. രണ്ടുപേരും മരപ്പണിക്കാരാണ്. അവരൊന്നിച്ച് ജോലിക്ക് പോകുന്നവരാണ്, ഒന്നിച്ച് പഠിച്ചവരാണെന്നൊക്കെയാണ് നാട്ടുകാർ സമീപവാസികൾ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള തർക്കം നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ സാമ്പത്തിക ഇടപാടുകൾ ഈ വൈഷ്ണവി ചില വായ്പകൾ, കുടുംബശ്രീയുടെ വായ്പകളൊക്കെ എടുത്ത് വിഷ്ണുവിനെ സഹായിച്ചിരുന്നു. അത് തിരിച്ചു കിട്ടാൻ താമസം ഉണ്ടായിരുന്നു. അതുപോലുള്ള ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതെല്ലാം ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അയൽവാസികളും പറയുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അപർണ. ശശി നാരായണൻ വിവരങ്ങൾ നൽകി. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അയൽക്കൂട്ടത്തിൽ നിന്നെടുത്ത പൈസയുടെ കാര്യവും. വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഇവരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹകരണമുള്ള പിള്ളേരാണ്. പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വൈഷ്ണവിയുടെ ഫാദർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറുകിട ഫിനാൻസിന്റെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവരെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത്ര അടുത്തിരിക്കുന്ന ഫ്രണ്ട്സുകൾ തമ്മിൽ എന്ത് വിഷയം നമുക്കറിയാം. നമുക്കിത് കേട്ടപ്പോൾ തന്നെ ഞെട്ടൊന്നും ഇതുവരെ മോചിതമായിട്ടില്ല. ഇതിന്റെ കാരണം